മകളെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞില്ല, നമ്മൾ ബോൾ കൊണ്ട് പോകുമ്പോണ്ടല്ലോ ആരെയും നോക്കരുത്. എന്നാ ഒരു കണ്ണ് ചുറ്റും വേണമെന്ന് താൻ. നമ്മൾ ഡ്രിബിൾ ചെയ്യുമ്പോഴോ പാസ് കൊടുക്കുമ്പോഴോ നമ്മൾ ഷോട്ട് ചെയ്യുമ്പോഴോ ആരും അറിയരുത്. ആരും അറിയരുതെന്നാ? ബാക്കിയുള്ള ആൾക്കാരൊന്നും കളിക്കാൻ നിൽക്കണല്ലേ? എവിടെ പോകാൻ പാടില്ല, എവിടെ ഫുട്ബോൾ അറിയുന്നതിന് പടവലെന്ന് തിരിച്ചറിയാൻ നോക്കും. പാടി പറഞ്ഞു നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നേരത്ത് പണ്ട് നെയ്യാറ്റി ഇങ്ങനെ ടൂർണമെന്റ് നടക്കണ കാലം. അന്ന് ഞാൻ അനശ്വര ടീമിന് വേണ്ടി കളിക്കല്ലേടാ. എന്റെ കളി കാണാൻ വേണ്ടി നാനാഭാഗത്ത് ആൾക്കാർ ഈ ട്രക്കും പിടിച്ച് വന്ന് നെയ്യാറ്റിക്ക് ഇരുന്ന് ബാറ്റ് അടുത്ത് പ്രാച്ചമ്പളിൽ നിന്നൊക്കെ. ഞാനാണ് സെന്റർ ഫോർവേഡ് കളിച്ചത്, ഞാനല്ലേ. എന്റെ ഗോൾ എന്തോന്ന് പറഞ്ഞു ഇത്? റൊണാൾഡോ. അയ്യാ, റൊണാൾഡോ ഇങ്ങനെയല്ലല്ലോ കൂണത്. ബാലുഡോ. അച്ഛന്റെ ഫാമിലി ഒരെണ്ണം പോലും ഇല്ല നല്ലത്. നേരെ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ മാമന് കെട്ടിച്ചു കൊടുക്കായിരുന്നു. മാമനൊരു ജീവിതവും കിട്ടിയാനെ. പിന്നെ മാമനതിന്റെ ഒന്നും ആവശ്യമില്ല. ശരിയാ, അവിടെ രണ്ടുപേരെയും കണ്ട നല്ലൊരു ചേർച്ച തോന്നും. അയ്യടി ചേർച്ച. അവളെ പോലത്തെ പെണ്ണിനൊന്നും എന്റെ ആങ്ങളിക്ക് വേണ്ട. അവന് നല്ല പെണ്ണിനെ കിട്ടും. അവളെ എങ്ങനെ അവൻ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ നാത്തൂമ്മേനടുത്ത് പുകച്ച് പുറത്തിയടിക്കും. നോക്കിക്കോ. പോച്ച് പുറത്തടിക്കാൻ തോന്നുന്നു. കൊതുക് നെഗറ്റീവ് മാത്രമേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ലച്ച് ചെയ്യുന്ന നല്ല കാര്യമൊന്നും അവരുടെ ആരും കാണത്തൂല, പറയത്തൂല. അതിന് ലച്ച് നല്ല കാര്യം വല്ലതും ചെയ്താലല്ലേ പറയാൻ പറ്റൂ. ഞാൻ ഗൾഫിലായിരുന്നപ്പോഴേ ഈ വെജിറ്റബിൾസിൽ കുറച്ച് ബട്ടറൊക്കെ ഇട്ടിട്ട് പിന്നെ സോർട്ട് ചെയ്തെടുക്കും. എന്നിട്ട് എന്റെ പുറത്ത് കുറച്ച് മുട്ടയൊക്കെ ഇട്ടിട്ട് ദോശ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാനും ബോറടിക്കുമ്പോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്, പരീക്ഷണം പോലെ. അതെ, എല്ലാം ഉണ്ടാക്കും. പക്ഷെ ഒന്നും വായ വെക്കാൻ പറ്റില്ല എന്ന് മാത്രം.